എല്ലാവർക്കും കിന്നു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണത്തിന് നമ്മുടെ ചെറിയ മക്കൾക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് നമ്മളിന്നിവിടെ തയ്ക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഞാനിത് 2 മടക്കിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വീതി 14 ഇഞ്ച് വീതിയും താഴ്ഭാഗത്തേക്കുള്ള നീളം എടുക്കുന്നത് 8 ഇഞ്ച് വീതിയുമാണ്. ഇനി ഈ ക്ലോത്തിനെ നമുക്ക് ഇതുപോലെ ഒന്ന് നടുമടക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്തോട്ടും 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ ആയിട്ട് വരച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഓപ്പൺ ആയി കിടക്കുന്ന സൈഡിൽ നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 1 ഇഞ്ചാണ്. 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിൽ നിന്നും നമുക്ക് ഇവിടോട്ട് ഇതുപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി താഴെ നമുക്കൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്നും നമുക്ക് മുകളിലോട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വേണ്ട പോർഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മടക്കാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ വീതി വന്നിട്ട് 17 ഇഞ്ചാണ്. താഴ്ഭാഗത്ത് നമ്മൾ എടുക്കുന്നത് 13.5 ഇഞ്ചാണ്. ഇതേ അളവിലുള്ള ഒരു പീസും കൂടി നമുക്ക് ആവശ്യമാണ്. ഇനി ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ വീതി നമ്മൾ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഇതിൻ്റെ നീളം എടുക്കുന്നത് നമ്മൾ സ്കേർട്ടിന് എടുത്തിട്ടുള്ള ആ ക്ലോത്തിൻ്റെ വീതി ഉണ്ടല്ലോ, അത്രയും വീതി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു 2 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ലൈനാക്കി അതിൻ്റെ അടിഭാഗം മുഴുവനായിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ 3 ഇഞ്ചിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി താഴ്ഭാഗം വരെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ഇപ്പോൾ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ വെച്ച് നമുക്ക് താഴ്ഭാഗം വരെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ അപ്പുറത്തെ സൈഡ് എടുത്തതിന് ശേഷം ഇതുപോലെ ആ സൈഡ് ഒന്ന് 1/4 ഇഞ്ച് മടക്കി നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്ലോത്ത് ഇതുപോലെ കിട്ടും. അതുപോലെ തന്നെ 2 പീസും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി വേണ്ടത് ലൈനിങ്ങിൻ്റെ ക്ലോത്താണ്. ഞാൻ ഈ മെയിൻ ക്ലോത്ത് പോലെ കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഇതേപോലെ ഒരു പീസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഈ ലൈനിങ്ങിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ്. ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ താഴ്ഭാഗത്ത് ഇതുപോലെ 2 ഇഞ്ച് 2 ഇഞ്ചിൽ ഓരോരോ മാർക്കിങ് കൊടുക്കാം.
ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് 1.5 ഇഞ്ചിൽ തന്നെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലോട്ടും നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ആദ്യം നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷൻ 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇനി ആം ഹോളിൻ്റെ അവിടെയും 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. രണ്ട് ആം ഹോളിൻ്റെ അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ലൈനിങ് പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ താഴെ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ താഴ്ഭാഗത്ത് നിന്ന് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തയ്ച്ചെടുത്ത് ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ സിഗ്സാഗ് മാർക്കിങ്ങിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ താഴ്ത്തി താഴ്ഭാഗത്തു കൂടെ തന്നെ തയ്ച്ചെടുക്കാം. ഇനി ഈ ഭാഗത്ത് നമ്മൾ 1/4 ഇഞ്ച് അവിടെ വെച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെയും നമ്മുടെ സ്ലീവിൻ്റെ ആ ഭാഗത്തും നമുക്ക് ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഈ ഭാഗത്ത് നിന്നും മറിച്ച് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ മറിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ്. ഈ ബാക്ക് പോർഷൻ ദാ ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ച് മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചെടുക്കാം. ഇപ്പോൾ മറിച്ചപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഡോരിയുടെ ആവശ്യമുണ്ട്. ഇതുപോലെ ഡോരി തയ്യാറാക്കാൻ. ഡോരി തയ്യാറാക്കാനുള്ള വീഡിയോ എല്ലാം ഈ ചാനലിലുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ ഡോരി ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ അരികിലൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. ഫ്രണ്ടിലെ നെക്കും നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. ഇനി ബാക്ക് പോർഷൻ്റെ താഴ്ഭാഗം നമുക്ക് അരികുവശത്തൂടെ തയ്ച്ചെടുക്കാം. ഇനി ഫ്രണ്ട് പോർഷൻ്റെ താഴ്ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം.
ഇനി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഡോരിയിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇതുപോലെ അകത്തോട്ടാക്കി വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് തയ്ച്ചെടുക്കാം. അടുത്ത സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഈ ഡോരിയുടെ ഇതുണ്ടല്ലോ, നമ്മൾ ഈ തയ്ച്ച ആ തയ്യലിൻ്റെ ഭാഗം ബാക്കിലോട്ട് മടക്കി നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗവും കൂടെ തയ്ച്ചെടുക്കാം. ഇനി അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ബാക്ക് പോർഷനാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഞൊറിഞ്ഞ് തയ്ച്ചു കൊടുക്കാം 1/4 ഇഞ്ച് വിട്ടിട്ട്. ഇനി നമ്മുടെ ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ തുണി ഇതുപോലെ വെക്കുക. അതായത് നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വേണം വെക്കാൻ. എന്നിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്ലോത്ത് ആണല്ലോ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത് ഞൊറിവ് വെച്ചിട്ട്. അടുത്ത ക്ലോത്തും ഇതുപോലെ തന്നെ ഞൊറിഞ്ഞെടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ തയ്ക്കുമ്പോൾ സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ഇട്ടതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മൾ തയ്ച്ചെടുത്ത ആ ഒരു തയ്യലുണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെ തന്നെ നമുക്ക് ഈ രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്തൊന്ന് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പോർഷൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്ക് പോർഷൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗം ഇതുപോലെ 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഈ സൈഡ് തയ്ച്ച പോലെ തന്നെ നമ്മൾ മറുഭാഗവും തയ്ച്ചെടുക്കണം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി നമ്മൾ വേണ്ടത് താഴ്ഭാഗമാണ്. നമ്മൾ താഴ്ഭാഗം 1/4 ഇഞ്ച് ഇതുപോലെ മടക്കി ഒന്നുകൂടെ മടക്കി നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഹെയർ ബോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് കൂടെ പോയി ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ നമ്മൾ റൗണ്ട് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ലാസ്റ്റ് ആവുമ്പോൾ ഇതുപോലെ ലോക്ക് ഇട്ട് എടുക്കാം.
ഇപ്പോൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഫ്ലവർ ചെയ്തെടുക്കണം. ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഈ ചാനലിലുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബട്ടണിൽ ഈ വയലറ്റ് ക്ലോത്ത് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞ് നമുക്ക് സൂചി വെച്ച് തുന്നിയെടുക്കാം. ഇനി ബാക്കിൽ അധികമായി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലൊരു ബട്ടണായിട്ട് കിട്ടും. അത് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം. അതിൻ്റെ ഒരു സൈഡിൽ നമുക്കിതുപോലെ ഫാബ്രിക് ഗ്ലൂ തേച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിനെ ഇവിടെ ഫിക്സ് ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.